ഹലോ. രാവിലെ എണിച്ചാൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കല് എനിക്കൊരു ഹരമാണല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അട്ടപ്പാടിക്കാണെങ്കിൽ 3 ദിവസമായിട്ട് കറണ്ടേ ഇല്ല. വൈകുന്നേരങ്ങളിൽ രാത്രി 1:30-2 മണി ഒക്കെ ആകുമ്പോൾ കറണ്ട് പോവും. അതിന് ശേഷം നമുക്ക് ഉറക്കൂല. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ഐഡിയ ചെയ്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ അടുക്കളയാണ്. ശരിക്കും അങ്ങോട്ട് കാണൂല. ഇത് ഞങ്ങളുടെ അടുക്കളയാണ്. പഴയ വീടായതും കൊണ്ട് അടുക്കളയൊക്കെ ഒരു ഇങ്ങനത്തെ ആട്ടാ. നമ്മുടെ ആ വീട് പോലെ അല്ല. അപ്പം എനിക്ക് അച്ചൂസിനുള്ളതൊക്കെ മതി. അപ്പം ഞങ്ങൾ ഇന്നലെ പായൊക്കെ വിരിച്ച് കിടന്നത് ഇവിടെയാണ് കേട്ടോ, ഈ സ്റ്റെപ്പിൻ്റെ താഴെ. അപ്പോൾ നമ്മുടെ അച്ചൂട്ടി ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. എൻ്റെ കൂടെ അകളിക്ക് വരുന്നുണ്ട് അവൻ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ കറി ഉണ്ടായിരുന്നു. നേരത്തെ ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി അത് തന്നെയായിരുന്നു. അവന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കഴിക്കാനായിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് ചപ്പാത്തി? സൂപ്പറായിട്ടുണ്ട്. ഇന്നലെയും കഴിച്ച പോലെ തന്നെയാണ്. ഇന്നലെ രാത്രി നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ ഞാനും കൂടിയും കഴിക്കാനും എടുക്കട്ടെ. അതിൻ്റെ മുന്നേ പുറത്തെ മഴക്കാറും കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല മഴക്കാറുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ. പക്ഷെ നമ്മൾ കുറച്ച് ഹൈറ്റിലായ കാരണം നമുക്ക് തെങ്ങുകളുടെ മണ്ടയും വീടുകളുടെ മണ്ടയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് മാത്രം. വേണ്ട, നമ്മൾ കുറച്ച് ഹൈറ്റിലും അവരൊക്കെ കുറച്ച് താഴെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല്ലുതേപ്പും നമ്മുടെ രാവിലത്തെ പഴം കഴിക്കലും, പഴം അങ്ങനെ എന്തെങ്കിലും പല്ലിയച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണം. കുറച്ച് വെള്ളവും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ചൂട്ടിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഞാനുകൂടി കഴിക്കാൻ നോക്കട്ടെ. എനിക്കാണെങ്കിൽ ചപ്പാത്തി മാത്രം പോരാട്ടാ, കുറച്ച് ചോറ് രാവിലെ കഴിക്കണം. അപ്പം ഞാനിത് ഒരു ചപ്പാത്തി പേരിനും വേണ്ടിയിട്ട് ചുരുട്ടി എടുത്തിരിക്കുകയാണ് കഴിക്കാൻ. അവന് പിന്നെ ചപ്പാത്തി മതി. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പിടി ചോറും കൂടി കഴിക്കട്ടെ, നല്ല സെറ്റാവുള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് റാഗിയും പാലും കൂടി ഇങ്ങനെ കുറുക്കിയെടുത്തതാട്ടാ. ഇതാ ഞാൻ പാത്രത്തിൽ തന്നെ കുടിക്കുന്നു. വേറെ കുടിക്കാനും പാത്രം എടുക്കാൻ നേരമില്ല, സമയമായി. നടന്ന് ഞങ്ങൾ റോഡിലെത്തി. അപ്പോൾ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. നായക്കുട്ടീൻ്റെ വായിൽ ഇഡലി അല്ലേ ഇരുന്നത്. ഇഡലിയും കൊണ്ട് അതാ അങ്ങോട്ട് കയറിപ്പോയി. പശുവിടെ വണ്ടിയിൽ അത് കണ്ടപ്പോൾ അവൻ പാവം പശു. നമ്മൾ താഴെ അകളി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ പോണ ബസ് ആനക്കട്ടിക്കുള്ളതാണ്. മഴപ്പില്ല. നമുക്ക് ആദ്യം പോയാൽ സിവിൽ സ്റ്റേഷനിലൂടെ കയറാൻ പറ്റും. അത് കൂടി ആ ഗ്യാപ്പ് കൂടി പോയാൽ. പക്ഷെ അവിടെ കയറുന്നിടത്ത് ചളിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരെ റോട്ടിൽ കൂടി തന്നെ പോവുക. മഴ മാറിയ അന്തരീക്ഷം അതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല സുഖമല്ലേ? മഴ പെയ്താൽ തണുക്കോ? ഇനിയിപ്പോൾ ഒന്നും ചൂടുണ്ടാവില്ല. അല്ല, ഇന്ന് മഴക്കാറായിരിക്കും. പുളീൻ്റെ പൂവ് വീണിരിക്കുന്നോക്ക്. പൂവയല്ലേ? പൂവല്ലേ? ഇത് പുളിമരല്ലേ. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ ഇല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പൂവാന്ന്. ഇതുണ്ട് നിറയെ റോഡ്. പൂവുണ്ട ചൂതാ. നീ എന്നെ കളിയാക്കിയതാണല്ലേ. നോക്കാ, വള്ളി പോലെയുള്ള ഇലയല്ലല്ലോ, പൂവല്ലേ? പൂവാണ്. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അന്തരീക്ഷം കേട്ടാ. പക്ഷെ നമുക്ക് പുറത്തെ പണിയൊന്നും അല്ലാത്തതുകൊണ്ട് രസമായിരിക്കും. പുറത്ത് പണിക്ക് പോകുന്നവർക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല. കാലാവസ്ഥ അടിപൊളി. ആ പുളിമരത്തിൻ്റെ ചോട്ടിലുള്ള ഒരു പച്ചക്കറി കടയാണ് ഇത്. മിക്കവാറും നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് പോവാറുണ്ടേ. നല്ല ഭംഗിയില്ല കാണാൻ, മരത്തിൻ്റെ ചോട്ടത്തെ കട ആയതുകൊണ്ട് തന്നെ. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് പോയി. കുറച്ച് കഫക്കെട്ടുണ്ട്, അതുകൊണ്ട് തൊണ്ടയിൽ സൗണ്ട് ഉടക്കി നിന്നു. അപ്പം അതിന് കളിയാക്കി ചിരിക്കുക ഈ അച്ചു. ആയിക്കോട്ടെ. ആ വണ്ടി ഈ വണ്ടിയും പോയ കിടക്കാം. ബാ നടക്ക് കാള. നീ നടക്ക് മൂരി. അതാ നിന്റെ ഫ്രണ്ട്. കൂടെ കൂടിക്കോ, പുറത്ത് കയറിക്കോ. ഒന്നപ്പുറത്തും ഉണ്ട്.
നീ നിന്നോ വീടത്തെ വേഗം എന്റെ പുറകിൽ നിന്ന മഴയിൽ കുതിർന്ന് നിൽക്കുന്ന മറ്റൊരു വാഗമരം. ഇതാണ് നമ്മൾ ഏറ്റവും അടുത്തുനിന്ന് കാണുന്ന വാഗമരം കേട്ടോ. അന്ന് മാത്രമായിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലല്ല, നിറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇല നല്ല കുറവാണേ. ബാബുവ എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കൂല്ലേ. ആകാശത്തുണ്ടോ മഴക്കാർ ഇങ്ങനെ. ഇപ്പൊ നമ്മൾ വരുന്നൊരു ഗ്യാപ്പിന് മാത്രം ഒരു ഒഴിവ്. ഇപ്പൊ പെയ്യും. ആ അതെ ഇല തന്നെ. ആ മരത്തുനിന്ന് പൂക്കൾ വീണ് കിടക്കുന്നുണ്ട് റോഡില്. കുറച്ച് കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞ് വെറുതെ വന്നതാണേ. അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ വീഡിയോ വെറുതെ വരൽ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം എന്നാ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാമേ. ടാറ്റാ. ബൈ.